കഴിഞ്ഞ ദിവസം ഏതോ ഒരു വ്ളോഗർ പറയുന്നത് കേട്ടു. വ്ളോഗറുടെ പേര് പുള്ളി പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോയിലെല്ലാം നാട്ടുകാർ ചീത്ത വിളിക്കാനുള്ള ഒരു ഹുക്ക് ഞാൻ അത് ഇട്ടിട്ടുണ്ടാവും. താഴെ കിടന്ന് അടി ഉണ്ടാവണമല്ലോ, അടി ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് റീച്ച് ചെയ്യുന്നത്. ഇത് നമ്മളത് ഹുക്ക് ഇട്ടില്ലെങ്കിലും ആൾക്കാർ ചെയ്യും. പിന്നെ നമ്മളത് മനഃപൂർവ്വം സ്ക്രിപ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ ഇത് വരുമെന്നുള്ളത്. സാധാരണ ദിവസം രമേശ് ചേട്ടൻ പറഞ്ഞൊരു സാധനം വിഷ്ണു ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നവ്യ നായരുടെ പടം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ മഞ്ജു വാര്യർ ഇത് ചെയ്യുന്നത് കണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടേക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു 1000 ആൾ കമൻറ്റ് ചെയ്ത് എടാ മണ്ട അത് മഞ്ജു വാര്യറല്ല നവ്യ നായരാന്ന് പറഞ്ഞു. അപ്പോൾ രമേശേട്ടൻ പറയാം ഇത് 1000 ഉള്ളൂ കേട്ടോ. ഈ 1000ൻ്റെ ഇടയിൽ ഒരു 5000 കമൻറ്റ് എടാ മണ്ട നിന്നെ കൊണ്ടൊക്കെ കമൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല. ബുദ്ധിയില്ലാത്ത 1000 ബുദ്ധിമാന്മാർ 5000 പേര്. അങ്ങനെ മൊത്തം 6000 കമന്റ് പ്ലസ് വന്നു കഴിഞ്ഞതിനകത്ത് അതാണ് ആൾക്കാരുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയാണ് ശരിക്കും. റേഞ്ച് ഉണ്ടാക്കുക, ഇത് ഉണ്ടാക്കിയില്ലെങ്കിലും വരുന്ന സാധനം, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് വരും. അത് ലക്കായിട്ട് മറ്റേ ആലിപ്പഴം വരുന്ന ഹാപ്പൻ ചെയ്യാൻ സാധ്യത. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിന് അഭിപ്രായം ഉണ്ടാവും. പണ്ടത് പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ആർക്കും സ്റ്റേജ് ഇല്ലാതെ തന്നെ ആർക്കും വീട്ടിലിരുന്ന് എക്സ്പ്രസ് ചെയ്യാവുന്നതുകൊണ്ട് എല്ലാവരും എക്സ്പ്രസ് ചെയ്യും. കമൻ്റായിട്ടോ ചെറിയ വീഡിയോസ് ആയിട്ടോ റൈറ്റിംഗ് പോസ്റ്റ് ആയിട്ട്. പിന്നെ അതിനൊക്കെ പേയ്മെൻറ്റും ഉണ്ട്. സത്യം അല്ലേ? ഫേസ്ബുക്കും കൊടുക്കുന്നുണ്ട്, ട്വിറ്ററും കൊടുക്കുന്നുണ്ട്. എല്ലാവരും പൈസ കൊടുക്കാൻ തുടങ്ങി. ട്വിറ്റർ കൊടുക്കാൻ തുടങ്ങിയോ? ഞാൻ അറിഞ്ഞില്ല.